ഫിഷ് ഇല്ലെങ്കിൽ എന്താ, ഫിഷിന് പകരം ഒരു കിടിലൻ ഫ്രൈഡ് ഐറ്റം ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അധികം ഓയിലൊന്നുമില്ലാത്ത ഒരു കിടിലൻ ഐറ്റം. അതിന് മുമ്പായിട്ട് ഞാനൊരു വഴുതന ഫ്രൈഡ് റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ കുറച്ച് പേര് അയച്ചെന്ന ഫോട്ടോസാണ് ഉണ്ടാക്കിയിട്ട്. താങ്ക് യു. അപ്പോൾ നമ്മളുടെ കിടിലൻ വാഴയ്ക്ക ഫ്രൈ ഉണ്ടാക്കാനായിട്ട് 2 പച്ചക്കായാണ് എടുക്കുന്നത്. മൊന്തൻകായ, പൊന്തൻകായ എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിനെ അങ്ങോട്ട് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു ഫിഷിൻ്റെ ഒക്കെ ഫ്രൈ ആകുമ്പോൾ ഒരു നീളത്തിലല്ലേ നമുക്ക് കിട്ടുക. അപ്പം നമ്മളതിനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു കായിൽ നിന്ന് 4-5 പീസേ കിട്ടുള്ളൂ. ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്യരുത്. കുറച്ച് തിക്ക്, ഒരു മീഡിയം തിക്നെസ്സിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇതുമാതിരി അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ വാഴയ്ക്കെടുത്ത് അരിയുന്ന സമയത്ത് കയ്യിലൊക്കെ കറിയാവുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ടിപ്പ്, കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെണ്ണയായാലും കുഴപ്പമില്ല, കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തേച്ചിട്ട് വാഴയ്ക്ക കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കറ ഉണ്ടാവില്ല കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ നഖത്തിലൊക്കെ ഒരു കറ വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഇതൊന്നും തന്നെ ഉണ്ടാവില്ല. അതാ നമ്മുടെ കായൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ മാരിനേഷന് വേണ്ട റെഡിയാക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വറുത്ത ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എരിവ് കുറവ് വേണ്ടവരെ കുറച്ച് കുറയ്ക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ റവയും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്തിടാം. അപ്പോഴേ ഒരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ നമ്മുടെ ഫ്രൈന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ അങ്ങോട്ടാക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാവിടേക്കും റെഡി ആയിട്ട് ഗരം മസാല വേണ്ടവർക്ക് ഗരം മസാല ഇടാം. ഇനി ഇതാ ഈ കായ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് കോട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ കോട്ട് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വാഴക്കയുടെ തിക്നെസ്സും ഏകദേശം ഒരേ മുതൽ തന്നെ മുകളിൽ നിന്ന് താഴെ വരെ കട്ട് ചെയ്യാനും നോക്കണം. അപ്പം നമ്മുടെ ഇതായി ഒരെണ്ണം റെഡി ആയിട്ട് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഇതാ കട്ട് ചെയ്ത് റെഡിയാക്കി ഒരു അരമണിക്കൂർ നമ്മൾ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട്, അരമണിക്കൂറിൽ കൂടുതലായാലും ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് നേരത്തെ കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ട് പിന്നീട് ആവശ്യമുള്ളപ്പോൾ കുക്ക് ചെയ്താൽ മതി. ഇനി കുറച്ച് ഓയിൽ ഒരു പാനിലേക്ക് ഒഴിക്കാം. ഞാൻ ഒരുപാട് ഓയിലല്ല ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വളരെ കുറച്ച് ഓയിലാണ് ചെയ്യുന്നത്. ഷാലോ ഫ്രൈ വേണ്ടവർക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമ്മളിതിൽ ക്ലോസ് ചെയ്ത് വെക്കുന്ന പാർട്ട് ഒഴിവാക്കിയാൽ മതി കേട്ടോ. ഇതുപോലെ നമുക്കെല്ലാം എടുത്ത് വെച്ച് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്താൽ മതി. ഇനി ആവശ്യത്തിന് എണ്ണയും കൂടി അതുപോലെ മുകളിലേക്ക് ഒഴിക്കാം. ഇനി നമ്മളിതിനെ ഒന്ന് അടച്ചു വെക്കാൻ പോവാണ്. ഇത് ഞാൻ പൊതിച്ചോറിൻ്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്തത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നിട്ടുണ്ട്. കണ്ടോ, കളറൊക്കെ നന്നായി ചേഞ്ചായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എന്താ പറയുക, ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, എന്തിൻ്റെ കൂടെ വേണം കഴിക്കാം. ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം കേട്ടോ. ഇത് നല്ല ക്രിസ്പി ആയിരിക്കും ഈ റവയുടെ കോട്ടിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട്. ഇനി മറിച്ചിട്ടതിന് ശേഷം ഒട്ടും തന്നെ നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിലും കൂടി മുകളിൽ ഇതുമാതിരി ഒന്ന് ആക്കി കൊടുക്കുക. പൊതിച്ചോറിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതങ്ങനെ കുക്ക് ആയിക്കൊണ്ടിരിക്കേണ്ടത് നല്ല മുരിഞ്ഞുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ ഫാസ്റ്റായിട്ടാവും. ഇതാ 2 സൈഡും സൂപ്പറായി കുക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇരിക്കട്ടെ ഒരു 2 മിനിറ്റും കൂടി. അതുപോലെ വാഴയ്ക്ക ഫ്രൈഡ് റെസിപ്പിയുടെ ലിങ്കും ഞാൻ ഇതിൻ്റെ താഴെ തന്നെ കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യൂ കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതാ 2 സൈഡും പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആണ്. നമുക്കിത് വാങ്ങിയെടുക്കാം. സൂപ്പർ ടേസ്റ്റി ആയിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.